ചെറുപ്പം മുതലേ കഴിച്ച് ശീലിച്ചത് കൊണ്ടാവാം ഈ വാഴയിലയിൽ ഉണ്ടാക്കുന്ന ആവിയിൽ വേവിക്കുന്ന പലഹാരത്തോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ കുറേ ദിവസമായി ആവിയിൽ വേവിച്ച പലഹാരം കഴിച്ചിട്ട്, പ്രത്യേകിച്ച് ശർക്കരയൊക്കെ ഇട്ടുണ്ടാക്കുന്നത്. ചക്ക കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ റോബസ്റ്റ പഴം കൊണ്ട് ചക്കയില്ലാത്ത ഒരു അടയുണ്ടാക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത 3 റോബസ്റ്റ പഴം ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി, 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റാണ്. ഞാനൊരു 1.5 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്ക പൊടിച്ചെടുത്താണ് കേട്ടോ, പഞ്ചസാരയുടെ കൂടെ കൂട്ടി പൊടിച്ചെടുത്തത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ ശർക്കര ഇതുപോലെ പാനിയാക്കിയത് അരിച്ചൊഴിച്ച് കൊടുത്തു. ചെറിയ ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കാവേ. ശർക്കര ഒരു 1.5-2 കപ്പ് അടുത്തുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി വെച്ചു. റവ ആയതുകൊണ്ട് ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ കുതിരും കേട്ടോ. ഒരു 2 മണിക്കൂർ ഞാനങ്ങ് മാറ്റി വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി വാഴയില ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തു. എന്നിട്ട് ഇതാ നമ്മൾ സമൂസ ഒക്കെ ഫോൾഡ് ചെയ്യത്തില്ലേ, അതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. സമൂസ ഫോൾഡ് ചെയ്യാൻ ഇനിയിപ്പോൾ ആരെയും പഠിപ്പിച്ച് തരണ്ടല്ലോ അല്ലേ, ഇപ്പം അതിൻ്റെ ഒരു സീസൺ ആണല്ലോ. അങ്ങനെ ഇതാ വാഴയിലയിൽ ഇതുപോലെ ആ ഒരു അടയുടെ ബാറ്റർ വെച്ചിട്ട് മടക്കി ഒന്ന് ആവിയിൽ ഒരു 20-25 മിനിറ്റൊക്കെ വേവിച്ചെടുക്കണം കേട്ടോ. വേവിച്ചെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള പഴവട റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റോബസ്റ്റായ്ക്ക് പകരം പാളയംകുടം പഴമോ ഏത്തപ്പഴമോ ഒക്കെ ഇട്ടാലും നല്ലതാണ്. നല്ല പഴുത്ത പഴം എടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലേ, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.